അണ്ണ മീൻ മേടിക്കാൻ പോയ മീൻ മേടിക്കാൻ പോയതിൻ്റെ പരാക്രമമാണ് ഈ കാണിക്കുന്നത്. മീൻ മേടിക്കാനായിട്ട് അണ്ണ അങ്ങോട്ട് പോയി. അതിനാണ് ഈ പരാക്രമം എത്തുന്നത്. അവന് കൂടെ പോകണം. കൂടെ പോയാൽ പിന്നെ ഈ പഞ്ചായത്തിൽ അവൻ കാണത്തില്ല. ഡേ അതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടിക്കാരനെ പേടിപ്പിച്ച് ഇതെന്തൊരു സ്വഭാവം. വരുമല്ല മീൻ മേടിച്ചോണ്ട് ഏതോ അവിടെ നിപ്പോണ്ട് അണ്ണൻ മീൻ മേടിക്കാൻ പോയി. അവിടെ നിൽക്കുന്നത് അതാണ് ഇവിടെ നിന്ന് നോക്കിയിട്ട് ഈ വെള്ളം വയ്ക്കുന്നത്. വെള്ളമല്ല എന്തൊക്കെയാ പറയുക കൊണ്ടുപോകാത്തേന്. ഞാൻ അവൻ്റെ ഭാഷയിൽ നമ്മളെ തെറി വിളിക്കണോ എന്തോ ആന്നാടാ. സഹിക്കോ? അയ്യോ സഹിക്കത്തില്ല. അവിടെ ഒരു ബാക്കി രണ്ടുപേരും മാനത്തോട്ട്, 3 പേരും ഒരെണ്ണം ഇതൊന്നും ബാധിക്കുന്നതല്ല. പിന്നെ അവിടെ രണ്ടുപേരും ഇങ്ങനെ മാനത്തോട്ടൊക്കെ നോക്കി ഇരിപ്പുണ്ട്. അണ്ണനെ പ്രതീക്ഷിച്ചിരിക്കുക. ഗേറ്റിലോട്ട് നോക്കിക്കോണ്ട് എന്നാ വരുന്നാ. ഞാനും കയറിയെന്ന് നോക്കട്ടെ. അവിടെ കാണാൻ പറ്റൂ. ഇതോ വരുന്നു. കാണാമല്ല, ഇതോണ്ട വരുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ സകലമായ കാര്യങ്ങളും കാണാം. എന്തിനാ പുറത്ത് പോകുന്നത്? അതിൻ്റെ ഇടയ്ക്ക് ഒരു കാക്ക ഒട്ടിക്കാൻ പോയിട്ടുണ്ടേ. ദാ വന്ന് ഓടിയാ ഓടിയാ. അതാ മീൻ കൊണ്ട് വന്ന് ഓടിയാ. അടുത്ത തലേക്ക് ആ മീൻ കൊണ്ട് വരുന്നു. ഇവിടെ ഇഞ്ചി കയറ്. മീൻ കാണിച്ചോളൂ. മിമ്മി മീൻ 5-6 കിട്ടുള്ളൂ. അതുകൊണ്ട് പോട്ട് വെളിയിലൊരു ഡോഗ് ഇരിക്കുന്നു. അതിന് മീൻ കൊടുക്കാനേ. ആഹാ മോട്ടിക്കോടാ നീ. ഞങ്ങളുടെ ഈ ഓർക്കിഡിൽ വീണ്ടും പൂക്കൾ വന്നേട്ടോ. നല്ല രസമാണ് കാണാത്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര ഭംഗി തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതാണ് ഞാൻ ഇത് പൂ വരുമ്പോഴൊക്കെ ഇതിൻ്റെ വീഡിയോ എടുത്ത് ഷോർട്സ് ആക്കിയൊക്കെ ഇടുന്ന കാരണം അതുകൊണ്ടാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ ചെടിച്ചട്ടിയിൽ കുറച്ച് തക്കാളി തയ്യൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരെണ്ണം എന്തായാലും അസുഖമായത് കാരണമാണ് ഇവിടെ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അണിക്കുട്ടികളൊക്കെ ചെറിയ അണ്ണൻ മീൻ കൊണ്ടുവന്നിട്ട് അങ്ങ് വെളിയിലോട്ട് പോയി. അവിടെ ഒരു ഡോഗ് ഉണ്ട്, അതിന് മീൻ കൊടുക്കാം. അത് പ്രസവിച്ച് കിടക്കുന്ന ഡോഗാണ്. അത് കൂടെ ഫുഡിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി അണ്ണൻ വെളിയിലോട്ട് ഇറങ്ങി പോയിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജിമ്മിയുടെ അങ്ങനെ മീനിന് വേണ്ടിയിട്ടുള്ള പരാക്രമമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് അടുക്കള പണിയുണ്ട്. എല്ലാവർക്കും ബൈ.